ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് ഇന്ന് നോക്കുന്നത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് അറിയാൻ മാത്രം ഒരു മോഡൽ ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓഫ് 2019? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്താണ്? Manufacturing spurious goods or providing defective services, disclosing the personal information of the consumer. വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക. ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ വെളിപ്പെടുത്തുക. ഇത് രണ്ടും ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അൺഫെയർ പ്രാക്ടീസ് ആണ്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഉപഭോഗം എന്ന് നോക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത്. ഉപഭോഗം അഥവാ കൺസപ്ഷൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇനി ഉപഭോക്താവ് ആരാണ്? ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ എന്ന് പറയുന്നത് വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഇത് ഈ നിയമത്തിലുള്ള നിർവചനം തന്നെയാണ്. വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ കടം വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയെ ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ വരില്ല. ഇനി സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെയാണ് സംതൃപ്തി എന്ന് പറയുന്നത്. നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കിയത്. ഒന്ന് ഉപഭോഗം അഥവാ കൺസപ്ഷൻ. എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതാണ്. ഇനി എന്താണ് കൺസ്യൂമർ അഥവാ ഉപഭോക്താവ് എന്ന് പറയുന്നത്? വില കൊടുത്തോ കൊടുക്കാമെന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അടുത്തത് എന്താണ് സംതൃപ്തി എന്ന് പറയുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഫലമായി ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ സഫലീകരിക്കുന്നതിനെയാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടെ നോക്കാം. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15 ശ്രദ്ധിക്കുക. ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15. എന്നാൽ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 24. 2 ഡേറ്റാണ് ഓർക്കേണ്ടത്. ഒന്ന് മാർച്ച് 15 എന്ന ദിവസവും 2 ഡിസംബർ 24 എന്ന ദിവസവും. ഡിസംബർ ക്രിസ്മസിൻ്റെ തലേദിവസമാണ് നമ്മൾ ഇന്ത്യയിലെ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 24, 25 ക്രിസ്മസിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനിരിക്കുമ്പോഴാണ് കുറച്ച് നിയമങ്ങളൊക്കെ മാറിയത് എന്ന് ഓർത്താൽ മതി. ഡിസംബർ 24. പക്ഷേ ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15. ഇനി നമുക്ക് നിയമത്തിലേക്ക് കിടക്കാം. അതായത് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് 1986. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിച്ചത് 1985 ഏപ്രിൽ 16. ഐക്യരാഷ്ട്രസഭ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായിട്ട് അംഗീകരിച്ചത് 1985 ഏപ്രിൽ 16. UN ഇക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ 1999 ജൂലൈ 26 യുണൈറ്റഡ് നേഷൻസ് ഗൈഡ് ലൈൻസ് ഓൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിച്ചു. അവസാനമായിട്ട് 2015 ഡിസംബർ 22 UN ജനറൽ അസംബ്ലി ഈ നിയമപരിഷ്കാരങ്ങൾ വരുത്തി. ലോകവ്യാപകമായി തന്നെ നിലവിലിരിക്കുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് അതിൻ്റെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഗൈഡ് ലൈൻസിന് UN തന്നെ മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിച്ചത് 1999 ജൂലൈ 26. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് 2-3 ഡേറ്റ് പറഞ്ഞു. ഒന്ന് 1985 ഏപ്രിൽ 16. അന്നാണ് ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച് മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം ആദ്യമായി അംഗീകരിച്ചത്. 1985 ഏപ്രിൽ 16. പിന്നെ അതിൻ്റെ
മാർഗനിർദ്ദേശങ്ങൾ വിപുലീകരിക്കുന്നത് 1999 ജൂലൈ 26-നാണ്. അവസാനമായിട്ട് വിപുലീകരിക്കുന്നത്, പരിഷ്കാരങ്ങൾ വരുത്തുന്നത് 2015 ഡിസംബർ 22-നാണ്. ഇനി ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ 1986-ലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നതെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏത് നിയമത്തിൻ്റെ ഫലമായിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ വന്നത്? ഇന്ത്യയിലെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനം സ്ഥാപിക്കുകയും ചെയ്യുന്നതിന് കാരണമായ നിയമമാണ് 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഈ 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പകരം നിലവിൽ വന്ന നിയമമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അതായത് 1986 ഇന്ത്യയിൽ നിലവിൽ വരുന്നു, അത് വിപുലീകരിച്ചിട്ട് 2019 പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്ന 1986-ലാണ്. അതിൻ്റെ അപാകതകൾ പരിഹരിച്ചുകൊണ്ടും അതിനെ വിപുലീകരിച്ചുകൊണ്ടും 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നു. ഈ 1986-ലെ നിയമത്തിലേക്ക് കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി 2019 ഓഗസ്റ്റ് 9-നാണ്, 2019 ഓഗസ്റ്റ് 9-നാണ് രാഷ്ട്രപതി 2019-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ ഒപ്പുവെക്കുന്നത്. അഥവാ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇനാക്ട് ചെയ്യപ്പെടുന്നത് 2019 ഓഗസ്റ്റ് 9-നും 2020 ജൂലൈ 20-നാണ് നിലവിൽ വരുന്നത്. ഓർക്കാം, 2019 ഓഗസ്റ്റ് 9-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു, 2020 ജൂലൈ 20-ന് നിലവിൽ വരുന്നു. ഇനി ഈ എപ്പോഴാണ് 2 വർഷത്തിനുള്ളിൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് പറ്റുള്ളൂ. അതായത് ഈ കൺസ്യൂമറിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, കൺസ്യൂമർ ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സാധനം വില കൊടുത്തോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന കരാറിൽ വാങ്ങുന്നയാളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. അവർ 2 വർഷത്തിനുള്ളിൽ സാധനം വാങ്ങിയതാണെങ്കിൽ മാത്രം, സാധനമോ സേവനമോ വാങ്ങിയതാണെങ്കിൽ മാത്രമാണ് അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ 2019-ലെ നിയമം അനുസരിച്ച് ഓൺലൈനായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ ഇതിൽ 1986 ഇന്ത്യയിൽ നിലവിൽ വരുന്നു. മാർച്ച് 15 ലോകം, ഡിസംബർ 24 എന്ന് പറയുന്നത് ദേശീയ ഉപഭോക്തൃ ദിനം. 2019 ഓഗസ്റ്റ് 9-ന് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു, 2020 ജൂലൈ 20-ന് പാസ്സാക്കുന്നു, നിയമം നിലവിൽ വരുന്നു. 2 വർഷത്തിനുള്ളിൽ കംപ്ലൈൻറ്റ് കൊടുക്കണം, ഓൺലൈനായിട്ട് കംപ്ലൈൻറ്റ് നൽകാം. അടുത്തത് 1986-ലെ നിയമത്തിലേക്ക് കൂട്ടിച്ചേർത്ത പുതിയ വ്യവസ്ഥകളാണ്. അതായത് 2019-ലെ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുതിയ വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 9 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ഇ-കൊമേഴ്സ് ആണ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ നടത്തുന്ന, അതായത് നമ്മൾ ഓൺലൈനായിട്ട് നടത്തുന്ന വാങ്ങലുകൾ അല്ലെങ്കിൽ സർവീസുകൾ, അതും ഈ നിയമത്തിന് കീഴിൽ വരും എന്ന് പറയുന്നു. പിന്നെ ഓൺലൈനായി പരാതികൾ നൽകാം. നമുക്ക് നേരിട്ട് ചെന്ന് പരാതി കൊടുക്കേണ്ട കാര്യമില്ല, ഓൺലൈനായിട്ട് പരാതി നൽകാം. മൂന്നാമത്തെ കാര്യം വീഡിയോ കോൺഫറൻസ് ഹിയറിംഗ് നടത്താം. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഇവിടെ വരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാം. താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ നമ്മളെ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ പോയിട്ടോ കോടതിയിൽ പോയിട്ടൊന്നും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വീഡിയോ കോൺഫറൻസ് വഴി ഹിയറിംഗ് നടത്താം. പിന്നെ വേഗത്തിൽ തർക്കപരിഹാരം നടത്താനുള്ള സംവിധാനങ്ങൾ, ഈ ഉപഭോക്തൃ സംരക്ഷണ അവകാശ കോടതികൾ, തർക്കപരിഹാര കോടതികൾ ഒക്കെ നിലവിലുണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ വേഗത്തിലുള്ള തർക്കപരിഹാരം. അതുപോലെ തന്നെ മീഡിയേഷൻ, മധ്യസ്ഥത, അതായത് കോടതി വഴിയൊക്കെ പോകുമ്പോൾ ഒരുപാട് കാലതാമസം വരുമെങ്കിൽ മീഡിയേറ്ററിലൂടെ തർക്കപരിഹാരം നടത്താനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഉപഭോക്തൃ സംരക്ഷണ കോടതികൾ, തർക്കപരിഹാര കോടതികളെ കമ്മീഷനുകളെയും കുറച്ചുകൂടെ
അതായത് ഉപഭോക്തൃ കമ്മീഷനിങ്, ഉപഭോക്തൃ തർക്ക പരിഹാര കോടതികളുടെയൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിൽ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി നിലവിൽ വരുന്നത്. അപ്പോൾ ഈ അതോറിറ്റി നിലവിൽ വരുന്നത് 2019 നിയമം അനുസരിച്ചാണ് ഓർക്കുക. ഇനി തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശനമായ നടപടി, അത് വരുന്നതും 2019 ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളിലെ പരസ്യം കൊടുക്കുന്നയാൾക്കും പരസ്യത്തിൽ അഭിനയിക്കുന്നയാൾക്കെതിരെയൊക്കെ കർശന നടപടി ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഉൽപ്പന്ന ബാധ്യത അഥവാ പ്രോഡക്റ്റ് ലയബിലിറ്റി. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് സ്വീകരിക്കുകയോ ചെയ്യുന്നത് വഴി ഉപഭോക്താവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ജീവനോ സ്വത്തിനോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ അത് ഉൽപ്പന്നം നൽകിയ ആൾക്ക് അല്ലെങ്കിൽ സർവീസ് നൽകിയ ആൾക്കെതിരെ പരാതി നൽകാനോ അവർക്കെതിരെ നടപടി എടുക്കാനോ ഉള്ള സംവിധാനമുണ്ട്. അതാണ് പ്രോഡക്റ്റ് ലയബിലിറ്റിയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ 2019 നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പുതിയ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ്, പിന്നെ ഓൺലൈനായി പരാതി നൽകാം, വീഡിയോ കോൺഫറൻസിങ് ഹിയറിംഗ് വഴി അറ്റൻഡ് ചെയ്യാം, താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പരാതി നൽകാം, വേഗത്തിൽ തർക്ക പരിഹാരം, മധ്യസ്ഥത. അതുപോലെ തന്നെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വന്നു, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കാം, ഉൽപ്പന്ന ബാധ്യത. ഇത്രയാണ്. ഇനി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ 8 അധ്യായങ്ങളും 107 സെക്ഷനുകളുമാണുള്ളത്. 8 അധ്യായങ്ങളും 107 സെക്ഷനുകളുമാണുള്ളത്. അതിൽ 8 അധ്യായങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ അധ്യായം പ്രാരംഭികം അഥവാ അതിൻ്റെ അകത്താണ് നിർവചനം തുടങ്ങിയ ബേസിക് ഇൻട്രൊഡക്ഷനൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ 2ലാണ് ഉപഭോക്തൃ സമിതികൾ, 3 ഉപഭോക്തൃ അതോറിറ്റി, 4 ഉപഭോക്തൃ കമ്മീഷൻ. ഈ ഉപഭോക്തൃ കമ്മീഷൻ എന്നും ഉപഭോക്തൃ അതോറിറ്റി എന്നും ഇത് മൂന്നും മാറിപ്പോകരുത്. 1 സമിതി, 2 അതോറിറ്റി, 3ാമത്തെ കമ്മീഷനാണ്. ഇതിലെ അതോറിറ്റിയാണ് 2019 നിയമം അനുസരിച്ച് കൂട്ടിച്ചേർത്തത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതോറിറ്റി കൂട്ടിയത് അതോറിറ്റി എന്ന് ഓർത്താൽ മതി. ഓക്കെ. അത് 2ലാണ് സമിതികളും, 3 അതോറിറ്റി, 4 ഉപഭോക്തൃ കമ്മീഷൻ എന്ന കോടതികളെ പറ്റി പറയുന്നത്, 5 മധ്യസ്ഥത, 6 ഉൽപ്പന്ന ബാധ്യത, 7 പറയുന്നത് കുറ്റങ്ങളും പിഴകളുമാണ്. ബാക്കി പല വക മിസലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് 8 പറയുന്നത്. ഫീസും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് 8 പറയുന്നത്. ഇപ്പോൾ 8 അധ്യായങ്ങളുണ്ട്. 1 ഇൻട്രൊഡക്ഷൻ, അതിലാണ് നിർവചനമൊക്കെ. 2, 3, 4 സമിതി, അതോറിറ്റി, കമ്മീഷൻ. ഒരു ഇതില്ലല്ലേ സമഗരി സഹവർത്താതെ സമിതി, അതോറിറ്റി, ഗരിസയ്ക്ക് വരെ കമ്മീഷൻ, അതിൽ 2019 നിയമം അനുസരിച്ച് വന്നതാണ് ഉപഭോക്തൃ അതോറിറ്റി. പിന്നെ മധ്യസ്ഥത, ഉൽപ്പന്ന ബാധ്യത, കുറ്റങ്ങൾ, പിഴകൾ, പലവക. ഇതിൽ അഞ്ചാമത്തെയാണ് മധ്യസ്ഥത എന്ന് ഓർത്തിരിക്കാൻ. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ 5 ഡയലോഗുകളൊക്കെ വരും. 5 മദ്യം കഴിച്ച് മധ്യസ്ഥത. ഇനി 7 കുറ്റങ്ങളും പിഴകളുമാണ്. കുറ്റം പറയാ, കൈ ചൂണ്ടി കുറ്റം പറയാറില്ല. വിരൽ ചൂണ്ടുമ്പോൾ 7 പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഓർത്തിരിക്കുക. ഇങ്ങനെയൊക്കെ ഇതെന്തായാലും ഓർത്തിരിക്കണം. ഇത് അധ്യായങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അധ്യായം 1ലാണ് നിർവചനവും ഇൻട്രൊഡക്ഷനൊക്കെ പറയുന്നത്. അപ്പോൾ ഉപഭോക്താവ് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു സാധനമോ സേവനമോ പണം കൊടുത്തു വാങ്ങുകയോ അല്ലെങ്കിൽ പണം കൊടുക്കാമെന്ന കരാറിൽ വാങ്ങുകയോ ചെയ്യുന്ന ആണ് ഉപഭോക്താവിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഉൽപ്പന്നത്തിലോ സേവനത്തിലോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് ഇതിൻ്റെ കീഴിൽ വരത്തില്ല. അതുപോലെ തന്നെ പുനർവിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരും ഈ ഉപഭോക്താവിൻ്റെ പരിധിയിൽ വരത്തില്ല. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, സൗജന്യമായിട്ട് കിട്ടുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പണം കൊടുക്കാതെ വാങ്ങുന്ന കാര്യങ്ങളോ വരത്തില്ല. പക്ഷെ പണം കൊടുക്കാമെന്ന കരാറിലോ പണം കൊടുത്തു വാങ്ങുന്ന സേവനങ്ങളും സാധനങ്ങളും ഇതിൻ്റെ കീഴിൽ വരും. ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ വരാത്തത് ആരൊക്കെയാണ്? ഒന്ന്, പണം കൊടുക്കാതെ വാങ്ങിച്ച ആൾക്കാർ, പിന്നെ പുനർവിൽപ്പനയ്ക്ക് വാങ്ങിച്ച ആൾക്കാർ, അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മേടിക്കുന്ന ആൾക്കാരൊന്നും ഈ ഉപഭോക്താവിൻ്റെ നിർവചനത്തിൽ വരില്ല.
ഇനി ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. 6 തരത്തിലുള്ള അവകാശങ്ങളാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉറപ്പു തരുന്നത്. ഒരു ഉപഭോക്താവിന് ഉറപ്പു തരുന്നത്. ഒന്ന്, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. അതായത് പ്രൊഡക്റ്റ് ലയബിലിറ്റിയാണ്. ഒരു ഉൽപ്പന്നമോ സേവനമോ നമ്മുടെ ജീവനും സ്വത്തിനൊക്കെ സംരക്ഷണം നൽകുന്നതായിരിക്കണം. അത് ഒരിക്കലും അതിനൊരു അതായത് ഒരു സാധനം നമ്മൾ മേടിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ സർവീസ് കിട്ടുന്നത് നമുക്ക് സുരക്ഷിതമായിരിക്കണം. നമ്മുടെ ജീവനൊന്നും അത് അപകടം വരുത്തരുത്. പിന്നെ അറിയുവാനുള്ള അവകാശം രണ്ടാമത്തേതാണ്. അതായത് നമുക്ക് ആ പ്രോഡക്റ്റിനെ പറ്റി അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് എന്തിനൊക്കെ ഉപയോഗിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് എക്സ്പയറി മുതലായ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അത് അറിയുവാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, ചോയ്സ് ഉണ്ട്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നാലാമത് കേൾക്കുവാനുള്ള അവകാശം. അതായത് ആ ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപഭോക്താവിന് എന്താണോ പറയാനുള്ളത് അത് കേൾക്കുവാനുള്ള അവകാശം അത് അതിൻ്റെ കച്ചവടക്കാരന് അല്ലെങ്കിൽ അത് ഉൽപ്പന്നം ഉണ്ടാക്കിയയാൾക്കും അവർ ബാധ്യസ്ഥരാണ്. അടുത്തത് പരിഹാരം തേടുവാനുള്ള അവകാശമാണ്. നമ്മൾക്ക് കിട്ടിയ ഉൽപ്പന്നം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സർവീസിന് എന്തെങ്കിലും കുഴപ്പം വരികയാണ് എങ്കിൽ അതിന് ഒരു പരിഹാരം തേടാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. ആറാമത്തെ കാര്യം ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമുക്ക് എന്തെല്ലാം ലഭിക്കണമെന്ന് അത് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സുരക്ഷിതത്വം, പിന്നെ അറിയുവാനുള്ള അവകാശം, പിന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇങ്ങനെ 6 എണ്ണമാണ്. ഒന്നുകൂടെ പറയാം: സുരക്ഷിതത്വം, അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. ഇനി അദ്ദേഹം ഒന്നിൽ തന്നെ പറയുന്നതാണ് ആർക്കൊക്കെ പരാതി നൽകാം. ഒന്ന്, ഉപഭോക്താവിന് നേരിട്ട് പരാതി കൊടുക്കാം. 2, നിരവധി ഉപഭോക്താക്കൾക്ക് ഒരുമിച്ച്, അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് കിട്ടിയ ഉപഭോക്താക്കൾക്ക് ഒരുമിച്ച് ഒരു കുഴപ്പം വന്ന എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പരാതി കൊടുക്കാം. അതുപോലെ തന്നെ അവർക്ക് അവകാശികൾക്ക് പരാതി നൽകാം. അതായത് ആ ഉപഭോക്താവ് മരിച്ചാൽ ആ ഉപഭോക്താവിന് നിയമപരമായിട്ടുള്ള അവകാശികൾക്ക് പരാതി നൽകാൻ പറ്റും. പിന്നെ ഉപഭോക്താവ് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ പരാതി നൽകാൻ പറ്റും. ഇനി ഉപഭോക്തൃ സംഘടനകൾക്ക്, എല്ലാ സംഘടനകൾക്കും പറ്റില്ല, നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉപഭോക്തൃ സന്നദ്ധ സംഘടനകൾക്ക് ഈ പരാതി കൊടുക്കാം. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ട് പരാതി കൊടുക്കാം. അവർക്കും പരാതി കൊടുക്കാം. സ്വാഭാവികമായിട്ടും കാണുന്ന കാര്യങ്ങൾക്ക് പരാതി കൊടുക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. 7ാമത്തെ കാര്യം, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കും പരാതി നൽകാം. ഇനി ആർക്കൊക്കെ പരാതി നൽകാം ഒന്നോടെ നോക്കാം. ഉപഭോക്താവിന്, നിരവധി ഉപഭോക്താക്കൾക്ക് ഒരുമിച്ച്, അവകാശികൾക്ക്, രക്ഷിതാക്കൾക്ക്, ഉപഭോക്തൃ സംഘടനകൾക്ക്, സർക്കാരിനും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്കും കൊടുക്കാവുന്നതാണ് പരാതി. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒന്നോടെ നോക്കാം. 1986 ഇന്ത്യയിലെ ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ അതിനെ പുതുക്കിയ നിയമം വരുന്നതാണ് ഇപ്പോൾ നിലവിലുള്ളതുമായ നിയമമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. 2020 ജൂലൈ 20-നാണ് നിലവിൽ വരുന്നത്. 2019 ഓഗസ്റ്റ് 9-നാണ് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത്. അതുപോലെ തന്നെ ഡിസംബർ 24-നാണ് ഉപഭോക്തൃ സംരക്ഷണ ദിനവും ദേശീയ തലത്തിലുള്ളത് ഡിസംബർ 24-ഉം. എന്നാൽ അന്താരാഷ്ട്ര ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത് മാർച്ച് 15-മാണ്. പിന്നെ പുതിയതായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വ്യവസ്ഥകൾ ഏതൊക്കെയാണെന്ന് നോക്കി, ഉപഭോക്താവിൻ്റെ നിർവചനം എന്താണെന്ന് നോക്കി, അതുപോലെ തന്നെ ആരാണ് ഉപഭോക്താവ്, എന്താണ് കൺസെപ്ഷൻ, സംതൃപ്തി എന്നൊക്കെ നോക്കി. ഇനി ഇതിൽ 8 അധ്യായങ്ങൾ 107 സെക്ഷനും ഉണ്ടെന്ന് നോക്കി. അതിൽ 1ാമത്തെ അധ്യായം കഴിഞ്ഞു. ആർക്കൊക്കെ പരാതി നൽകാം, എന്തൊക്കെയാണ് അവകാശങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് 1ാമത്തെ അധ്യായം. ഇനി 2ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഉപഭോക്തൃ സമിതികളാണ്. അപ്പോൾ ഉപഭോക്തൃ സമിതിയും ഉപഭോക്തൃ കമ്മീഷൻ എന്ന് പറയുന്നതും 1986 നിയമം അനുസരിച്ച് വന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അധ്യായം 2-ൽ പറയുന്നത് ഉപഭോക്തൃ സമിതികളെ പറ്റിയാണ്. ഇതൊരു അഡ്വൈസറി ബോഡിയാണ്, അഥവാ ഒരു ഉപദേശക സമിതിയാണ്. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണ് അതിനെപ്പറ്റിയുള്ള അവബോധം വളർത്തുന്നതിനും പിന്നെ ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും പിന്നെ ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളൊക്കെ നിലവിൽ വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ നിയമസഹായം നൽകുന്നതിനും ഗവൺമെൻറ്റിനൊക്കെ നിയമസഹായം നൽകുന്നതിനൊക്കെ
അതുപോലെ തന്നെ പുതിയ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനൊക്കെ സഹായിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഉപഭോക്തൃ സമിതിയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു തികച്ചും ഒരു അഡ്വൈസറി ബോഡി മാത്രമാണ്. ഈ ഉപഭോക്തൃ സമിതികൾ 3 തലങ്ങളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത്: കേന്ദ്രം, സംസ്ഥാനം, ജില്ലാതലം. ഇതിൻ്റെ ഞാൻ ബ്രാക്കറ്റിൽ 1, 2, 2 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. അതായത് കേന്ദ്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ സംരക്ഷണ സമിതി, അതായത് കേന്ദ്ര ഉപഭോക്തൃ സമിതി. ഈ കേന്ദ്ര ഉപഭോക്തൃ സമിതി ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും കൂടണം എന്നുണ്ട്. അതുപോലെ യോഗം ചേരണം എന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ സമിതി വർഷത്തിൽ 2 തവണയെങ്കിലും യോഗം ചേരണമെന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ സമിതി ചുരുങ്ങിയത് 2 തവണ ഒരു വർഷത്തിൽ യോഗം ചേരണം എന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് മന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ സംസ്ഥാന ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറായിരിക്കും. ഈ എത്ര തവണ യോഗം ചേരണം എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അകത്ത് നിയമത്തിൽ കൊടുത്തിട്ടുമുണ്ട്. ഒരു തവണയാണ്, ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ചേരണമെന്നാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതിയോട് പറയുന്നത്. സംസ്ഥാന തലത്തിലാണെങ്കിൽ 2 തവണയെങ്കിലും, ജില്ലാ തലത്തിലാണെങ്കിലും 2 തവണയെങ്കിലും ഈ സമിതികൾ യോഗം ചേർന്നിരിക്കണം. അപ്പം ഇതിൽ നമ്മൾ പറഞ്ഞത് അധ്യായം 2-ലാണ് ഉപഭോക്തൃ സമിതിയെ പറ്റി പറയുന്നത്. ഇതൊരു അഡ്വൈസറി ബോഡിയാണെന്ന് പറഞ്ഞു, 3 ടയർ സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണ സമിതികളുടെ അധ്യക്ഷൻ വരുന്നത് ഉപഭോക്തൃ വകുപ്പ് മന്ത്രിമാരാണ്. കേന്ദ്ര തലത്തിൽ കേന്ദ്രമന്ത്രി, സംസ്ഥാന തലത്തിൽ സംസ്ഥാന മന്ത്രി, എന്നാൽ ജില്ലാ തലത്തിൽ വരുന്നത് ജില്ലാ കളക്ടർമാർ. അടുത്ത അധ്യായം 3-ലെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിനെ പറ്റി പറയുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. 2019-ലെ നിയമം അനുസരിച്ചാണ് ഈ അതോറിറ്റി വന്നത് എന്ന് പറഞ്ഞു. ഇത് 3-ാമത്തെ അധ്യായത്തിലാണ് എന്ന് പറഞ്ഞു. 2020 ജൂലൈ 20-നാണ് ഈ നിയമം നിലവിൽ വരുന്നത് എങ്കിൽ 2020 ജൂലൈ 24-നാണ് ഈ അതോറിറ്റി നിലവിൽ വരുന്നത്. 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അതോറിറ്റി നിലവിൽ വരുന്നത്, 2020 ജൂലൈ 24-ന്. അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നിധി ഖരെയാണ്. നിധി ഖരെ ഇത് 3 ടയറിലുള്ളത് അല്ല. നമ്മൾ 3 ടയർ സിസ്റ്റമാണ് ഇതിനു മുമ്പ് പറഞ്ഞത്, സമിതികൾക്ക് പറഞ്ഞു. പക്ഷേ ഈ അതോറിറ്റി വരുമ്പോൾ അത് സെൻട്രൽ ലെവലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു അതോറിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു അധ്യക്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അന്വേഷണം, ഇവർക്ക് പരാതികൾ സ്വീകരിക്കാനും അതിനെതിരെ നടപടികൾ സ്വീകരിക്കാനും ഒക്കെയുള്ള അധികാരമുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അന്വേഷണ ചുമതല ഡയറക്ടർ ജനറലിനാണ്. എന്നാൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ജില്ലാ കളക്ടർക്കും ഇതിനുള്ള അന്വേഷണ ചുമതലയുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അതോറിറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരുമാണ്. ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരുമാണ് ഈ അതോറിറ്റിയിൽ ഉള്ളത്. ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇവർ രാജിക്കത്ത് സമർപ്പിക്കുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഇവരെ നിയമിക്കുന്നതും അവരെ നീക്കം ചെയ്യാനുള്ള അധികാരവും സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. അതുപോലെ തന്നെ രാജിക്കത്ത് നൽകുന്നതും സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ഇനി ഇവർക്ക് ഈ കൺസ്യൂമറിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക, അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുക, കൺസ്യൂമർ പ്രോത്സാഹിപ്പിക്കുക, പിന്നെ അവബോധം വളർത്തുക, അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുക, പിഴ ചുമത്തുക, പിന്നെ അന്യായ വ്യാപാരം തടയുക എന്നൊക്കെയുള്ളതാണ്. ഇനി ഇവർക്ക് നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു, പിഴ ചുമത്താനൊക്കെ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും തർക്കമുണ്ട് എങ്കിൽ ഇവർക്ക് അപ്പീലിന് പോകാം. കൺസ്യൂമറിന് അപ്പീല് പോകാം. അപ്പീല് കൊടുക്കേണ്ടത് ആർക്കാണ്? കമ്മീഷനാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് അപ്പീൽ നൽകുന്നത്. അപ്പോൾ കോടതിയിലാണ് ഈ കൺസ്യൂമർ കോർട്ടുണ്ട്, അത് തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയും, കോടതി എന്ന് പറയും. അവർക്കാണ് അപ്പീല് നൽകേണ്ടത്. ഇതിൻ്റെ വിധി വന്ന്, അതായത് ഇവർ പിഴ ചുമത്തി 30 ദിവസത്തിനുള്ളിൽ തന്നെ അപ്പീല് നൽകണം. അപ്പം 3-ാമത്തെ അധ്യായത്തിലാണ് അതോറിറ്റീനെ പറ്റി പറഞ്ഞത്. അതോറിറ്റി 3 ടയർ അല്ല, ഒറ്റ ഇതാണ്, സെൻട്രൽ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നിധി ഖരെയാണ്. നമ്മൾ മുൻപിലത്തെ അധ്യായം 3-ൽ പറഞ്ഞ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റീനെ പറ്റി പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ ശ്രീമതി നിധി ഖരെയാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ചെയർമാനും, അതായത് ഒരു ചീഫ് കമ്മീഷണറും 5-ൽ കുറയാത്ത കമ്മീഷണർമാരും ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ ചീഫ് കമ്മീഷണറാണ് നിധി ഖരെ എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക.
ഇനി അടുത്തത് വരുന്നത് അധ്യായം 4 ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അഥവാ ഉപഭോക്തൃ കോടതികൾ എന്നറിയപ്പെടുന്നു, ഉപഭോക്തൃ ഫോറം എന്നറിയപ്പെടുന്നത് ഈ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ ഇത് അധ്യായം 4 വരുന്നത്. നമ്മൾ പറഞ്ഞു സമിതികൾ പറഞ്ഞു 2, 3 വരുന്നത് അതോറിറ്റി, അതുപോലെ തന്നെ കമ്മീഷൻ വരുന്നത് 4 കോടതികളാണ്. ഇത് നമ്മൾ സമിതി പറഞ്ഞതുപോലെ തന്നെ ഇത് 3 ടയർ സിസ്റ്റമാണ്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, അതുപോലെ തന്നെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അതുപോലെ തന്നെ അതോറിറ്റിക്ക് പരാതി നൽകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതോറിറ്റി എന്തെങ്കിലും നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിന് അപ്പീൽ കൊടുക്കുന്നത് ഈ കമ്മീഷനിലേക്കാണ് അപ്പീൽ കൊടുക്കുന്നത്. 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാമെന്ന് പറയുന്നത് അത് ഈ കമ്മീഷനാണ് അപ്പീൽ കൊടുക്കുന്നത്. ഇനി ഇത് 3 തലത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇനി ജില്ലാ തലത്തിൽ വരുന്ന ഈ കമ്മീഷനിൽ വരുന്ന 3 അംഗങ്ങളാണ്. അതിൽ 3 അംഗങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ 5 അംഗങ്ങൾ, കേന്ദ്ര തലത്തിൽ 5 അംഗങ്ങളുമാണ് ഈ കമ്മീഷനിലുള്ളത്. 3, 5, 5. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ 50 ലക്ഷം വരെയുള്ള പൈസ മുടക്കി 50 ലക്ഷം വരെ ഉള്ള സാധനങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ സർവീസ് കിട്ടുകയോ ചെയ്താൽ ഉള്ള പരാതികൾ കൊടുക്കുന്നത് ജില്ലാ തലത്തിലുള്ള കമ്മീഷനാണ്. എന്നാൽ 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ളതാണെങ്കിൽ സംസ്ഥാന തലത്തിലും 2 കോടി കൂടുതലുള്ളതാണെങ്കിൽ കേന്ദ്ര തർക്ക പരിഹാര കമ്മീഷനിലാണ് പരാതി നൽകേണ്ടത്. അതുപോലെ തന്നെ ജില്ലാ തലത്തിൽ നമുക്കൊരു നടപടി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊരു നടപടിക്ക് നമ്മൾ തൃപ്തികരമല്ല എങ്കിൽ 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകണം. ആർക്കാണ് അപ്പീൽ നൽകേണ്ടത്? സംസ്ഥാന തർക്ക പരിഹാര കമ്മീഷനാണ് അപ്പീൽ നൽകേണ്ടത്. അത് 45 ദിവസത്തിനുള്ളതാണ്. ഇനി സംസ്ഥാന തലത്തിൽ ലഭിക്കുന്ന ഇതിന് തൃപ്തികരമല്ല എങ്കിൽ 30 ദിവസത്തിനകം അപ്പീൽ കൊടുക്കണം. കേന്ദ്ര തർക്ക പരിഹാര കമ്മീഷനാണ് 30 ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്ത് നിന്ന് കിട്ടിയതിന് അപ്പീൽ കൊടുക്കേണ്ടത്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന, അതായത് 2 കോടിക്ക് മുകളിലുള്ളതൊക്കെയാണ് എങ്കിൽ നമ്മൾ കേന്ദ്ര തർക്ക പരിഹാര കമ്മീഷനിലാണ് പരാതി കൊടുക്കുന്നത്. അങ്ങനെ ലഭിക്കുന്ന പരാതിയിൽ തൃപ്തികരമല്ല എങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീൽ കൊടുക്കാം. ആ അപ്പീൽ കൊടുക്കുന്നത് സുപ്രീം കോടതിയിലാണ് അപ്പീൽ കൊടുക്കേണ്ടത്. അപ്പം 45 ദിവസത്തിനുള്ളിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്ന് അപ്പീൽ കൊടുക്കേണ്ടത്. അത് മാത്രം 45 ദിവസം, ബാക്കിയുള്ളത് 2 30 ദിവസമാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ 3 തലത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ വില അനുസരിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അധ്യായം 4 പറഞ്ഞു. ഇനി അധ്യായം 5 പറയുന്നതാണ് മീഡിയേഷൻ അഥവാ മധ്യസ്ഥത. നമ്മൾ പറഞ്ഞിരുന്നു മദ്യം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ച് ഡയലോഗൊക്കെ വരും. അധ്യായം 5 മീഡിയേഷനെ പറ്റി പറയുന്നു. അപ്പം നമ്മൾ ഈ തർക്ക പരിഹാര കോടതികളെയൊക്കെ സമീപിക്കുകയാണ് എങ്കിൽ കുറച്ച് കാലതാമസമൊക്കെ എടുക്കും. അതിൻ്റേതായ കാലതാമസം എടുക്കും. പിന്നെ അപ്പീൽ കൊടുത്തൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പം അതിന് എളുപ്പത്തിൽ മധ്യസ്ഥതയിലൂടെ തർക്ക പരിഹാരം നടത്താൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ പക്ഷേ അതിന് അപ്പീൽ പോകാനുള്ള അപ്പീൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് ഇത് ലഭിക്കണം എന്നുള്ളതാണ്. കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ നമുക്ക് മധ്യസ്ഥതയായിട്ട് ഒരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി അത് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതിന് അപ്പീലില്ല. അടുത്തതാണ് പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ബാധ്യസ്ഥത. നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ ജീവനോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് എതിരെ അപ്പോൾ അങ്ങനെ കുഴപ്പം വരുന്നുണ്ടെങ്കിൽ അതിലെ തെറ്റുകാരെന്ന് പറയുന്നത് അത് ഉൽപ്പന്നം ഉണ്ടാക്കിയ ആൾക്കാരാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ പരസ്യത്തിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ അവരൊക്കെ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം ഇക്കാര്യത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു നിയമം വന്നിരിക്കുന്നത്, പ്രൊഡക്റ്റ് ലയബിലിറ്റി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അധ്യായം 6 ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അധ്യായം 7 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശിക്ഷ, പിഴ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് അധ്യായം 7 എന്ന് ഓർക്കുക. ഫീസല്ല ഇത് ശിക്ഷയും പിഴയുമാണ് അധ്യായം 7 പറഞ്ഞിരിക്കുന്നത്. അധ്യായം 8 മിസലേനിയസ് ആണ് പറയുന്നത്, അതായത് മറ്റുള്ളവ എന്ന്. അതിൻ്റെ പെട്ടതാണ് അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. അതായത്
നമ്മൾ അപേക്ഷാ ഫീസ് 5 ലക്ഷം വരെയുള്ളതിന് 5 ലക്ഷം വരെയുള്ള വ്യവഹാരങ്ങൾ നടത്തുകയാണ് എങ്കിൽ, നമുക്ക് സർവീസോ അല്ലെങ്കിൽ നമ്മളൊരു സാധനം മേടിക്കുകയാണ് എങ്കിൽ അതിനൊരു പരാതി കൊടുക്കാനുള്ള അപേക്ഷാ ഫീസ് ഇല്ല, 5 ലക്ഷം വരെ ഇല്ല. എന്നാൽ 5 to 10 ലക്ഷം വരെ 200 രൂപയും 10 മുതൽ 20 ലക്ഷം വരെ 400 രൂപയും 20 മുതൽ 50 ലക്ഷം വരെ 1000 രൂപയുമാണ്. 50 ലക്ഷം വരെയാണ് നമുക്ക് ജില്ലാ കോടതിയെ സമീപിക്കാൻ പറ്റുന്നത്. ജില്ലാ തർക്ക പരിഹാര കമ്മീഷനെ സമീപിക്കാൻ പറ്റുന്നത് 50 ലക്ഷം വരെയാണ്. അപ്പോൾ ഈ ജില്ലാ തർക്ക പരിഹാര കമ്മീഷനിലെ പരമാവധി ഫീസ് എന്ന് പറയുന്നത് 1000 ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. എന്നാൽ 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപയും 1 മുതൽ 2 കോടി വരെ 2500 രൂപയുമാണ് ഫീസ്. ഇത് സംസ്ഥാന തലത്തിലുള്ള തർക്ക പരിഹാര കമ്മീഷനിലാണ് ഈ 50 ലക്ഷം മുതൽ 2 കോടി വരെ വരുന്നത്. അപ്പം 2500 ഈ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടിയ ഫീസും അതുപോലെ തന്നെ കുറഞ്ഞ ഫീസ് 2000 എന്ന് ഓർത്തിരിക്കുക. ഇനി 2 മുതൽ 4 കോടി, 2 കൂടുതൽ വരുന്നതൊക്കെ കേന്ദ്ര കോടതിയിലാണ് വരുന്നത്, തർക്കപരിഹാര കമ്മീഷനിലാണ് വരുന്നത്. 2 മുതൽ 4 വരെ 3000 രൂപ, 4 മുതൽ 6 വരെ 4000 രൂപ, 6 മുതൽ 8 കോടി വരെ 5000 രൂപ, 8 മുതൽ 10 കോടി വരെ 6000 രൂപയും 10 കോടിയിൽ കൂടുതൽ 7500 രൂപയുമാണ്. അപ്പോൾ പരമാവധി 7500 രൂപയാണ് തർക്കപരിഹാര കമ്മീഷനിലെ ഫീസ് വരുന്നത്. ഏറ്റവും കുറവ് 200 രൂപയും. എന്നാൽ 5 ലക്ഷം വരെ ഫീസ് ഇല്ല എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്നാണ് നിലവിൽ വന്നത് നമ്മൾ പഠിച്ചതാണ്. 2020 ജൂലൈ 20 നിലവിൽ വന്നത്. എന്നാൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നായിരുന്നു? 2019 ഓഗസ്റ്റ് 9 ഒപ്പുവെച്ചത്. ഇനി ഇന്ത്യയിൽ ആദ്യമായ ഉപഭോക്തൃ സംരക്ഷണ നിയമം ദിവസം എന്നാണ്? ഡിസംബർ 24 1986 ഡിസംബർ 24 നിലവിൽ വന്നത് ആദ്യമായിട്ട്. അതുകൊണ്ട് ഡിസംബർ 24 നമ്മൾ ഉപഭോക്തൃ സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20 അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾക്ക് സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണ്? സമഗ്രമായ മാറ്റം വരുത്തിയത് എന്നാണെന്ന് ചോദിച്ചാലും അവസാനമായി മാറ്റം വരുത്തിയത് എന്നാണെന്ന് ചോദിച്ചാലും എന്താണ്? 2019 2019 പുതിയ നിയമമാണ്. എന്നാൽ ഇന്ത്യൻ അന്താരാഷ്ട്ര തലത്തിൽ മാറ്റം വരുത്തിയത് എന്നാണ്? 2015 അവസാനമായിട്ട്. ഇനി ഒരു കാര്യം, ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് 1800 11 40,000, അതായത് 1800114000 എന്നത് എന്തിൻ്റെ ടോൾ ഫ്രീ നമ്പറാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഉപഭോക്തൃ തർക്കപരിഹാരത്തിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഇത്. അവസാനം 40,000 കേട്ടോ. 1800 11 40,000. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ചുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അവകാശം അല്ലാത്തത് ഏതാണ്? അപ്പം സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കാനുള്ള അവകാശം, കേൾക്കാൻ അല്ലെങ്കിൽ കേൾക്കപ്പെടാനുള്ള അവകാശം, പ്രാതിനിധ്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധം അഥവാ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വില പേശാനുള്ള അവകാശമൊന്നും നമുക്കില്ല. പക്ഷേ ഏത് ബ്രാൻഡ് തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ ആർക്കൊക്കെ പരാതി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരാതി ഉന്നയിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 2(5) ഓർത്തിരിക്കുക. ആർക്കൊക്കെ പരാതി കൊടുക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ പരാതി ഉന്നയിക്കാനുള്ള വ്യക്തികളെ പറ്റി പരാമർശിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് 2(5). അധ്യായം 2 9 ഉപഭോക്താവിൻ്റെ അവകാശത്തെപ്പറ്റി പറയുന്നത്. 2(5) പറയുന്നത് പരാതി കൊടുക്കുന്ന ആളെ പറ്റി പറയുന്നതാണ്. അതുപോലെ തന്നെ ഉൽപ്പാദകനോ വിൽപ്പനക്കാരനോ സേവനദാതാവിനോ എതിരെ ഉൽപ്പന്ന ബാധ്യതയുടെ ക്ലെയിം നിലനിൽക്കുന്ന പരാതി നൽകുന്ന സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 2(6). ബാധ്യത, ഉൽപ്പന്ന ബാധ്യതയ്ക്ക് അതിൻ്റെ സാഹചര്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് 2(6). പിന്നെ ഇതിൻ്റെ ശിക്ഷ ചോദിച്ചിട്ടുണ്ട്. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 5 വർഷം വരെയുള്ള ജയിൽവാസവും 50 ലക്ഷം രൂപ പിഴയുമാണ്. അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് ചുമത്തുന്ന പരമാവധി ശിക്ഷ 5 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെ ജയിൽവാസവും 50 ലക്ഷം രൂപ പിഴയുമാണ്. അല്ലെങ്കിൽ 5 വർഷം + 50 ലക്ഷം രൂപ പിഴയുമാണ്.
പിന്നെ താഴെ തന്നിരിക്കുന്നതിൽ ഉപഭോക്താവ് അല്ലാത്തത് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, സൗജന്യമായി സാധനം ലഭിക്കുന്ന വ്യക്തി, സൗജന്യമായി സേവനം ലഭിക്കുന്ന വ്യക്തി, പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സാധനം വാങ്ങുന്നവർ, അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കായി സേവനം ലഭ്യമാക്കുന്നവർ, പിന്നെ സേവന കരാർ പ്രകാരം സേവനങ്ങൾ ലഭിക്കുന്നത്, സേവന കരാർ പ്രകാരം സേവനം ലഭിക്കുന്ന ഇത്രയും പേര് ഉപഭോക്താക്കളുടെ പരിധിയിൽ വരുന്നില്ല. സേവന കരാർ പ്രകാരം പ്രത്യേകം ഓർക്കുക, അതായത് സാധനം പണം നൽകാമെന്ന കരാറല്ല, സേവനം നൽകാമെന്ന കരാറിലാണ്. അത് ഇതിൽ വരുന്നില്ല, കൺസ്യൂമറിൽ വരുന്നില്ല. വാണിജ്യ ആവശ്യം എന്ന് പറയുമ്പം നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് വാണിജ്യത്തിൽ പെടില്ല കേട്ടോ, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വരില്ല. ഇനി കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശം നടപ്പാക്കാതിരുന്നാൽ, ഉത്തരവ് പാലിക്കാതിരുന്നാൽ 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടെ, 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ പിഴയോ ഉത്തരവ് പാലിക്കാതിരിക്കുകയാണെങ്കിൽ. ഇനി ഉപഭോക്തൃ താൽപര്യ വിരുദ്ധ പരസ്യം നൽകുന്നവർക്കെതിരെ 2 വർഷം തടവോ ഒപ്പം 10 ലക്ഷം രൂപ പിഴയോ ചുമത്തും. 2 വർഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും കൂടെ. അതാണ് പരസ്യം നൽകുന്നവർക്കെതിരെ, ഉപഭോക്തൃ താൽപര്യ വിരുദ്ധ പരസ്യം നൽകുന്നതിനെതിരെ. ഇനി ഇത് ആവർത്തിക്കുന്ന പക്ഷം ആണെങ്കിൽ 5 വർഷം വരെ പിഴ അല്ലെങ്കിൽ 50 ലക്ഷം വരെ ആകാമെന്ന് 88-89 വകുപ്പ് പ്രകാരമാണ് പറയുന്നത്. 5 വർഷം അല്ലെങ്കിൽ 5 വർഷം പ്ലസ് 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇത് ഈ പരസ്യം, തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷം 10 ലക്ഷം രൂപ വരെ എന്നാണ് പറയുന്നത്. ഇനി ഉത്തരവ് പാലിക്കാതിരുന്നാൽ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ വരെ പിഴ. ഇനി മായം കലർന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നതും വിൽക്കുന്നതും വിതരണം ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ശിക്ഷാർഹമാണ് എന്ന് പറയുന്നത് 90-91 വകുപ്പുകളിലാണ് പറയുന്നത്. 90-91 മായം കലർത്തുന്നതിനെ പറ്റി പറയുന്നത്. എന്നാൽ 88-89 പറയുന്നത് ഈ ശിക്ഷ, അതായത് പരസ്യം, ഉപഭോക്തൃ താൽപര്യ വിരുദ്ധ പരസ്യം നൽകുന്നത് ആവർത്തിക്കുന്നതിനെ പറ്റി പറയുന്ന, അതിന് വരുന്ന ശിക്ഷയെ പറ്റി പറയുന്നതാണ് 88-89. മായം കലർന്ന വസ്തുക്കളുടെ വിൽപ്പനയും വിതരണത്തെ പറ്റി പറയുന്നത് 90-91 വകുപ്പിലാണ്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന് പരമാവധി ശിക്ഷ 5 വർഷം വരെയും 50 ലക്ഷം രൂപയുമാണ് പിഴ. ഇനി 2019 ചോദിച്ച ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA എന്ന് പറയും. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക പ്രവർത്തനം എന്ന് പറഞ്ഞു നമ്മൾ. പിന്നെ കമ്മീഷനെ സഹായിക്കുക എന്നതാണ് ഒരു അഡ്വൈസറി കമ്മിറ്റി കൂടിയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഈ അതോറിറ്റിക്ക് നടപടികൾ എടുക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രാഥമികമായിട്ട് പറയുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ്, അത് നടപ്പിലാക്കുകയും ചെയ്യുക. പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണ അതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതൊക്കെയാണ്? ഗതാഗതം, ഇൻഷുറൻസ്, വാർത്താവിനിമയം, പിന്നെ നിസ്വാർത്ഥ സേവനങ്ങൾ. ഇതിൽ നിസ്വാർത്ഥ സേവനങ്ങളാണ് പെടാത്തത്. ഗതാഗതം, ഇൻഷുറൻസ്, വാർത്താവിനിമയം ഒക്കെ സേവനത്തിൽ പെടുന്നതാണ്. നിസ്വാർത്ഥ സേവനങ്ങൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ പെടുന്നതാണ്. ഇത്രയൊക്കെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയും അതിൻ്റെ അധ്യായങ്ങളും ഓരോ അധ്യായത്തിലെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് ഫീഡ്ബാക്കും നോക്കിയിട്ടുണ്ട്. ഇനി വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.